ധാക്കയുടെ ഹൃദയഭാഗത്ത് ബംഗ്ലാദേശിലെ മതേതര ലിബറൽ മാധ്യമ പ്രവർത്തനത്തിന്റെ അവസാനത്തെ കാവൽപ്പുരകളായിരുന്ന പ്രഥവും ആലോയുടെയും ഡെയിലി സ്റ്റാറിന്റെയും ഓഫീസുകൾ വെള്ളിയാഴ്ച പുലർച്ചെയോടെ ചാമ്പലായി. ദിവസങ്ങൾക്ക് മുൻപ് വരെ ഹസീനയ്ക്ക് ശേഷമുള്ള ബംഗ്ലാദേശിന്റെ അനിശ്ചിതത്വങ്ങളെക്കുറിച്ച് വാർത്ത എഴുതിയവർ ഇപ്പോൾ സ്വയം വാർത്തയായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ ഏജന്റുകൾ എന്ന മുദ്രകുത്തിയാണ് ആൾക്കൂട്ടം ആ കെട്ടിടങ്ങൾക്ക് തീയിട്ടത്. ഇന്ത്യക്കാർക്ക് അപരിചിതമായ എന്നാൽ ബംഗ്ലാദേശിലെ തെരുവുകളിൽ ഇപ്പോൾ രക്തസാക്ഷിയായി വാഴ്ത്തപ്പെടുന്ന ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന വിദ്യാർത്ഥി നേതാവിന്റെ മരണമാണ് ഈ അഗ്നിപർവ്വതത്തെ പൊട്ടിച്ചു കളഞ്ഞത്. ഷെരീഫ് ഉസ്മാൻ ഹാദി ചെറുപ്പമായിരുന്നു, റാഡിക്കൽ ചിന്താഗതിക്കാരനായിരുന്നു, ഹസീനെ വീഴ്ത്തിയ ജെൻസി തലമുറയുടെ കൃത്യമായ പ്രതിനിധി. ഇൻകുലാബ് മജിയുടെ വക്താവായിരുന്ന ഹാദി ധാക്കയിൽ വെടിയേറ്റ് സിംഗപ്പൂരിൽ വെച്ച് മരണത്തിന് കീഴടങ്ങിയപ്പോൾ തെളിവുകളില്ലെങ്കിലും തെരുവിലെ വർത്തമാനം ഇതാണ്: ഇത് ഇന്ത്യൻ ഇന്റലിജൻസിന്റെ പണിയാണ്. മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാരിനെ അസ്ഥിരപ്പെടുത്തി ഹസീനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഡൽഹിയുടെ ഗൂഢാലോചന. നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന ഇന്ത്യയുടെ നയം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തെ നേരിടുന്നു. ശശി തരൂർ അധ്യക്ഷനായ പാർലമെന്ററി സമിതി പാർലമെന്റിൽ വെച്ച റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് തലമുറകളുടെ വിടവിലേക്കാണ്. 1971 വിമോചന യുദ്ധത്തിന്റെ വൈകാരികത ഇന്നത്തെ ബംഗ്ലാദേശി യുവത്വത്തിനില്ല. മുക്തിബാഹിനിയെയും ഇന്ത്യൻ സൈന്യവും തോളോട് തോൾ ചേർന്ന് പോരാടിയ കഥകൾ അവർക്ക് വെറും ചരിത്രമാണ്, വർത്തമാനമല്ല. അവർ ഇന്ത്യയെ കാണുന്നത് ഒരു വിമോചകനായല്ല, മറിച്ച് ഒരു അധിനിവേശ ശക്തിയായാണ്. നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഇപ്പോൾ ഒരു ത്രികക്ഷി പ്രതിസന്ധിയിലാണ്. സമ്പൂർണമായ ഡി ഇന്ത്യനൈസേഷൻ ആവശ്യപ്പെടുന്ന തീവ്ര വിഭാഗങ്ങൾ, ജെൻസി എന്നിവർ. ബംഗ്ലാദേശ് സാമ്പത്തികമായി തകരുകയാണ്, പണപ്പെരുപ്പം കുതിക്കുന്നു. ഉള്ളിക്കും പരുത്തിക്കും ഇന്ധനത്തിനും അവർക്ക് ഇന്ത്യയെ കൂടിയേ തീരൂ. ഇന്ത്യ കോബാകുലയാണ്. ഖുൽനയിലെയും രാജ്ഷാഹിലെയും വിസ സെന്ററുകൾ അടച്ചുപൂട്ടിയത് ഒരു മുന്നറിയിപ്പാണ്. ഇന്ത്യ അതിർത്തികൾ അടച്ചാൽ ശ്വാസം മുട്ടുന്നത് ധാക്കയ്ക്കായിരിക്കും. മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രക്ഷോഭത്തിന്റെ സ്വഭാവം ഇന്ത്യ വിരുദ്ധതയിൽ നിന്ന് ലിബറൽ വിരുദ്ധതയിലേക്ക് മാറുന്നു എന്നാണ്. ഇത് യൂനിസ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു. മാധ്യമങ്ങളെ സംരക്ഷിച്ചാൽ തെരുവ് ഇളകും, സംരക്ഷിച്ചില്ലെങ്കിൽ അന്താരാഷ്ട്ര പിന്തുണ നഷ്ടപ്പെടും. തങ്ങളെ സ്നേഹിക്കാത്ത, ഒരുപക്ഷെ വെറുക്കുന്ന ഒരു ബംഗ്ലാദേശിനെ നേരിടാൻ ഇന്ത്യ പഠിക്കേണ്ടി വരും. ഭൗമരാഷ്ട്രീയം ഒരു വിധിയാണെന്നും ചൈനയോ പാകിസ്ഥാനെയോ കൂട്ടുപിടിച്ചാലും ഇന്ത്യ എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാനാവില്ലെന്നും ധാക്കയും വൈകാതെ തിരിച്ചറിയും.